കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ് ട്രെൻഡിനെ കുറിച്ച് പഠിച്ചു. അതിൽ പറഞ്ഞത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡൗൺ ട്രെൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട് ഡൗൺ ട്രെൻഡിന്. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് പ്രൈസ് കുറഞ്ഞ് താഴോട്ട് പോകുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും മുകളിലിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ലോവർ ലോ എന്ന് വിളിക്കും. വീണ്ടും നമ്മൾ മാർക്കറ്റ് ഇത്തിരി മുകളിലോട്ട് പോകുന്നു, അപ്പോൾ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു ഹൈ ഉണ്ട്, അപ്പൊ ഈ ഹൈയുടെ താഴെ വരുന്നോണ്ടാണ് നമ്മൾ ലോവർ ഹൈ എന്ന് പറയുന്നത്. ശേഷം വീണ്ടും ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് പോകുന്നു, വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും താഴോട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു പ്രവണതയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഏകദേശം മാർക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും മാർക്കറ്റ് ഒരു മുകളിലോട്ട് പോകുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഈ ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോ എന്ന് പറയും. വീണ്ടും ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ അതൊരു ലോവർ ഹൈ എന്ന് പറയുന്നു. വീണ്ടും ഈ ലോവർ ഹൈയിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റിന് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പൊ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഒരു 100 രൂപയിൽ നിന്ന് നേരെ 60 രൂപയായിട്ട് വില കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിന്ന് പ്രൈസ് എന്ത് ചെയ്തു, മുകളിലോട്ട് ഒരു 80 രൂപയിലേക്ക് വീണ്ടും പ്രൈസ് പോയി. അപ്പൊ അതൊരു ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നേരെ ആ 80 നിന്ന് നേരെ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ അതൊരു 40 രൂപയായിട്ട് പ്രൈസിന്റെ വില കുറയുന്നു. വീണ്ടും അവിടുന്ന് പ്രൈസ് 40 നിന്ന് ഒന്ന് മുകളിലോട്ട് പോയിട്ട് അതൊരു 50 രൂപ ആവുന്നു. വീണ്ടും പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ 50 നിന്ന് ഈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂന്ന് പ്രൈസ് താഴോട്ട് പോകുന്നു. അപ്പോൾ പ്രൈസ് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഡൗൺ ട്രെൻഡ് വർക്ക് ആവുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, എപ്പോഴും നമുക്ക് ട്രെൻഡിനെ കൂടെ വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. നമ്മൾ അപ് ട്രെൻഡിൽ ബൈ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് സെല്ലിംഗ് ആണ്. ഷോർട്ട് സെല്ലിംഗ് എന്താന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പറയുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കാം. നമുക്കിതൊരു ചാർട്ടിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ. പ്രൈസ് ഒരു പോയിന്റിൽ നിന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ആക്ച്വലി നമുക്കൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കിത് കറക്റ്റ് മാർക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് ശക്തമായിട്ട് താഴോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ലോവർ ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും പ്രൈസ് ഇത്തിരി മുകളിലോട്ട് വരുന്നു. അത് നമുക്കൊരു ലോവർ ഹൈ ആയിട്ട് മാർക്കാവും. വീണ്ടും അവിടുന്ന് ലോവർ ഹൈ നിന്ന് വീണ്ടും താഴോട്ട് പോകുന്നതിന് നമ്മൾ ലോവർ ലോ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഡൗൺ ട്രെൻഡ് വർക്ക് ആവുന്നത്. നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ രീതിയിലായിരിക്കും താഴോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ലൈന് താഴോട്ട് പോകുന്നത് എക്സാക്ട്ലി അതൊരു ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും.